ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരുവൻ മറ്റൊരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായ വസ്തുവോ സാധനങ്ങളോ അതുപോലെ തന്നെ ഈടുവെച്ചതായ വസ്തുവോ സാധനങ്ങളോ അവന് തിരിച്ചു കൊടുക്കാതെ അവരെ കവർച്ച ചെയ്താൽ, അഥവാ അയൽക്കാരനെ കൂട്ടുകാരനെ വഞ്ചിച്ചാൽ, അവനെ പീഡിപ്പിച്ചാൽ, അതുപോലെ തന്നെ ഇത് കളവ് പോയ സാധനം ലഭിച്ചിട്ടും അത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അത് വീണ്ടും അത് ക്ലെയിം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആ പാപം ദൈവത്തിനെതിരായ പാപമാണ് എന്നിവിടെ പറയുന്നു. അപ്പോൾ നമ്മളൊരു മനുഷ്യനോട് ചെയ്യുന്ന പാപവും ദൈവത്തിനെതിരായ പാപമായിട്ടാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വിധം നമ്മൾ കർത്താവ് പറഞ്ഞ് ഓർക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യനോട് നമ്മൾ ചെയ്യുന്നതായ എല്ലാ പാപങ്ങളും ദൈവത്തോട് ചെയ്യുന്ന പാപം പോലെ തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അവൻ പരിഹാരമായിട്ട് അവൻ ബലി അർപ്പിക്കണം. അതോടൊപ്പം അവൻ അപഹരിച്ചെടുത്തതായ അല്ലെങ്കിൽ വഞ്ചനയിലൂടെ സ്വന്തമാക്കിയ അത് തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ 5-1 കൂടി, അത് 20% അവൻ അവിടെ അടയ്ക്കണം. ആരെ വഞ്ചിച്ചോ അവന് നഷ്ടം വരാൻ ആയിട്ട് പാടില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ചുങ്കക്കാരനായ സഖായിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ സഖായി ഏറ്റു പറഞ്ഞത്, ഞാൻ അവിഹിതമായി വാങ്ങിച്ചതിൻ്റെ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കാം. അത്രയും വർഷം അവൻ അവിഹിതമായി വാങ്ങിച്ചതിൻ്റെ പലിശ കണക്കാക്കിയാണ് 4 ഇരട്ടി ഇത് തിരിച്ചു നൽകാമെന്ന് പറഞ്ഞത്. അവിഹിതമായതൊന്നും നമ്മുടെ കയ്യിലിരിക്കാൻ പാടില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ വിശുദ്ധരാണ്. അശുദ്ധമായതോ അവിഹിതമായതോ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കയ്യിലിരിക്കാൻ പാടില്ല എന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം ഇത് നൽകുന്നത്. മാത്രമല്ല, അങ്ങനെ 5-1 20% അവന് തിരിച്ചു കൊടുക്കുന്നത് കൂടാതെ പാപപരിഹാരത്തിനായി ഒരു മുട്ടാടിനെ കൊണ്ടുവന്ന് പ്രായശ്ചിത്ത ബലിയായി അവിടെ അർപ്പിക്കണം. അപ്പോൾ അതാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള വലിയ കാഴ്ചപ്പാടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ വായിക്കുന്നത് ദഹനബലിയുടെയും ഭോജനയാഗത്തിൻ്റെയും ഒക്കെ നിയമങ്ങളെക്കുറിച്ചാണ്. അതെങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ദഹനയാഗം അല്ലെങ്കിൽ ഹോമയാഗത്തിൻ്റെ രീതി, അതിൻ്റെ നിയമത്തെക്കുറിച്ചാണ് ഇനി വായിക്കുന്നത്. ദഹന വസ്തു രാത്രി മുഴുവൻ ബലിപീഠത്തിൽ ഇരിക്കണം. അഗ്നി കെടാതെ കത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പുരോഹിതൻ ആ ചണവസ്ത്രവും കാൽച്ചട്ടയും ധരിച്ചു വേണം ആ യാഗം അവിടെ അർപ്പിക്കുവാൻ. ചണവസ്ത്രം സാധാരണ അവർ ധരിച്ചിരിക്കുന്നത് അനുതാപത്തിൻ്റെ സൂചനയായിട്ടാണ്. ഇസ്രായേൽ ജനം പലപ്പോഴും ചാക്കുകൊണ്ടുള്ള ശീല, അല്ലെങ്കിൽ ചാക്ക് അവർ ധരിക്കുക, അല്ലെങ്കിൽ ചണവസ്ത്രം ധരിക്കുക എന്നുള്ള അനുതാപത്തെ സൂചിപ്പിക്കുന്നു. കാൽച്ചട്ട ധരിക്കണം, നഗ്നത മറയ്ക്കണം. എന്താണ് നഗ്നത? ഒരു മനുഷ്യൻ്റെ കുറവുകളാണ്. അപ്പോൾ അനുതാപത്തോടുകൂടി നമ്മുടെ കുറവുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഇല്ലാതാക്കി പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി ആ പുരോഹിതന് യാഗമർപ്പിക്കുവാൻ അവിടെ തയ്യാറാകണം. അത് കത്തുന്നതായ ചാരം ബലിപീഠത്തിൻ്റെ ചുവട്ടിലും അത് കഴിഞ്ഞ് വസ്ത്രം മാറി പാളയത്തിന് പുറത്തു കൊണ്ടുപോയി വിശുദ്ധ സ്ഥലത്തും അത് വിതരണം. കാരണം ഈ ദഹനബലിയായി തീർന്ന ആ വസ്തുവിൻ്റെ ചാരം അത് വിശുദ്ധമാണ്. അത് അർപ്പിച്ചത് ദൈവത്തിനാണ്.
അതുകൊണ്ടാണ് ബലിപീഠത്തിന് ചുവട്ടിലും അത് പുറത്തു കൊണ്ടുപോയി വിശുദ്ധ വസ്ത്രം ധരിച്ച് അത് വിശുദ്ധമായ സ്ഥലത്ത് അത് വിതരണം എന്ന് പറയുന്നത്. ഇത് പുരോഹിതൻ എല്ലാ ദിവസവും രാവിലെ മുതൽ ആ അടുപ്പിൽ വിറക് അടുക്കി വെച്ച് അത് കത്തിക്കുകയും തീ കെട്ടുപോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം. അഗ്നി നമുക്കറിയാം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെയും ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ ഒരു ദഹനബലിയായി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള ബലിയായി ഞാനും നിങ്ങളും ഇവിടെ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, നമ്മുടെ ശരീരത്തെ ദൈവത്തിനുള്ള ഒരു യാഗമായി അർപ്പിക്കുവാൻ നമുക്ക് ഇടയാകണമെന്ന്. രണ്ടാമത് ഭോജനയാഗത്തിൻ്റെ നിയമം അഥവാ ധാന്യബലിയുടെ അതെങ്ങനെ അർപ്പിക്കണമെന്നുള്ളതാണ്. നേരിയ മാവ്, എണ്ണ, കുന്തിരിക്കം ഇതാണ് അവയ്ക്ക് വേണ്ടി ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ആ മാവ് കൊണ്ടുണ്ടാക്കണം. പുളിപ്പുണ്ടാക്കാൻ പാടില്ല. പുളിപ്പ് നമുക്കറിയാം പാപത്തെ അല്ലെങ്കിൽ തിന്മയാണ് അത് സൂചിപ്പിക്കുക. ഇപ്പോൾ പുളിപ്പ് അശുദ്ധിയെ സൂചിപ്പിക്കുന്നതുകൊണ്ട് പുളിക്കാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പം വിശുദ്ധിയുടെ അപ്പം ആയിരിക്കണമെന്നർത്ഥം. അത് ഏറ്റവും വിശുദ്ധമായ ഒരു ബലിയായി യാഗമായിട്ട് ഈ ബലിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അഹറോന്റെ മക്കൾക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കാൻ സാധിക്കും. അവയെ സ്പർശിക്കുന്നവരൊക്കെയും വിശുദ്ധരാകും. ഈ ബലിയെല്ലാം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതായ വിശുദ്ധ കുർബാനയിലേക്കാണ് വരുന്നത് നമ്മൾ ഓർക്കുക. വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധരായിത്തീരുന്ന അനുഭവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അഹറോനും മക്കളും അഭിഷേക ദിവസം അർപ്പിക്കേണ്ടതായ മറ്റ് ബലിയുണ്ട്. ആ ബലിയുടെ ഭാഗങ്ങൾ അവർ ഭക്ഷിക്കാൻ പാടില്ലാത്തതാണ്. അവരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അഭിഷേകം ചെയ്തതിൻ്റെ സൂചനയായിട്ട് അവർ അർപ്പിക്കേണ്ട ബലിയാണ്. പിന്നെ അടുത്തതായി പറയുന്നത് പാപയാഗം അഥവാ പാപപരിഹാര ബലി, അത് അർപ്പിക്കേണ്ട നിയമത്തെക്കുറിച്ചാണ്. അപ്പം ബലിമൃഗത്തെ സാധാരണ കൊല്ലുന്നതായ സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലണം. അതിൻ്റെ മാംസം പുരോഹിതന് ഭക്ഷിക്കാം. കൂടാര അങ്കണത്തിലെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം. വിശുദ്ധ കുർബാന അങ്ങനെ തന്നെയാണ്. ദേവാലയത്തിൽ വെച്ചാണ് നമ്മളത് ഭക്ഷിക്കുക. പിന്നെ ദേവാലയത്തിൽ കടന്നു വരുവാൻ സാധിക്കാതെ രോഗികളായിരിക്കുന്നവരും അവരവിടെ വിശുദ്ധിയുടെ അനുഭവത്തിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നതും ആ ബലിവസ്തുവായ വിശുദ്ധ കുർബാന അവർക്ക് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ നൽകുന്നതും. ആ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരാകും. വിശുദ്ധ കുർബാനയും അത് സ്പർശിക്കുന്നവരൊക്കെ ആ ഒരു വിശുദ്ധിയുടെ അവസ്ഥയിലേക്കാണല്ലോ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ ബലിയുമായി ഇതിനെ ബന്ധിപ്പിച്ച് ചിന്തിക്കുവാൻ നമുക്കിടയായി തീരണം. ആ ബലിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നുള്ള ബോധ്യത്തോടെ ഓരോ ഈ വേദഭാഗങ്ങൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.